लास्ट टाइम में मतदान था। जी हम तो पार्षद वाला में भी वोट गिराए थे सर। अभी नहीं। नहीं हाँ, अभी कहाँ है। हाँ। क्यों बोल दिया? जी क्यों बोला उधर? जी बोले मतदान कम खोजे हैं पर्ची नहीं मिल पाया। ബീഹാറിലെ ദർഭംഗ നിയോജക മണ്ഡലത്തിൽ നിരവധി ബൂത്തുകൾ നമ്മൾ സന്ദർശിച്ചു. പക്ഷേ ഇന്നലെ മുതൽ നമ്മൾ കേൾക്കുന്ന പ്രധാനപ്പെട്ട ഒരു പരാതി, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത പലർക്കും ഇത്തവണ വോട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ വോട്ട് ചെയ്യാനെത്തി മടങ്ങിയ ഒരു आपका नाम क्या है? मनोज कुमार राम सर। लास्ट टाइम में मतदान था। जी हम तो पार्षद वाला में भी वोट गिराए थे सर। अभी नहीं। नहीं अभी कहाँ है। क्यों बोल दिया? जी क्यों बोला उधर? जी बोले मतदान कम खोजे हैं पर्ची नहीं मिल पाया। മനോജ് കുമാർ മനോജ് കുമാറിൻ്റെ വലിയൊരു പരാതി ഇപ്പോൾ നമ്മൾ ബൂത്തിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത്. മനോജ് കുമാർ ഉൾപ്പെടെയുള്ള നിരവധി പേർക്ക് ഇവിടെ വോട്ട് രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല പലരും വോട്ട് ഇല്ല എന്നുള്ള കാര്യം പോലും അവരറിഞ്ഞിട്ടില്ല. പലരും ബൂത്തിൽ എത്തുമ്പോൾ മാത്രമാണ് ഇത്തരത്തിൽ വോട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു കാര്യം, വോട്ടർ പട്ടികയിൽ അവരുടെ പേരില്ല എന്ന് മനസ്സിലാകുന്നത്. കാര്യം കഴിഞ്ഞ നിരവധി വർഷങ്ങളായി വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് ഇവർ. ഇപ്പോൾ മനോജ് കുമാർ അവരുടെ ഒരു പ്രതിനിധി മാത്രമാണ്. ഇന്നലെ രാജ്കുമാരി ദേവി നമ്മൾ മീഡിയ വൺ കണ്ടെത്തിയിരിക്കുന്നു. ഇപ്പോൾ അടുത്ത ഒരാളെയാണ് ഇന്ന് ഈ ഇലക്ഷൻ ദിവസം തന്നെ, വോട്ടെടുപ്പ് ദിവസം തന്നെ കണ്ടെത്തിയിരിക്കുന്നത്. ഇതുകൂടാതെ ഈ മനോജ് കുമാറിനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വസതിയിൽ പലർക്കും വോട്ടില്ല എന്നുള്ളത് കാര്യം തന്നെയാണ് പറയുന്നത്. കാര്യം ഈ പാസ്വാൻ ടോള എന്ന് പറയുന്ന ഈ ഒരു വിഭാഗം, അതായത് ഇവിടെ ബീഹാറിൽ പല ആളുകളും അവർ താമസിക്കുന്നത് വിവിധ ചേരികളിൽ അവരുടെ ജാതിക്കാർ ഒരുമിച്ചാണ് താമസിക്കുന്നത്. അങ്ങനെ പാസ്വാൻ ടോളയിൽ, അതായത് ഈ ദളിത് വിഭാഗത്തിൻ്റെയും മഹാദളിത് വിഭാഗത്തിൻ്റെയും ആളുകൾ തിങ്ങി താമസിക്കുന്ന ഭാഗത്താണ് പല വീടുകളിൽ നിന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത പലർക്കും ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ കഴിയാതിരിക്കുന്നത്. രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്ന വോട്ട് ചോരി വിവാദം വളരെ ശരിവെക്കുന്ന തരത്തിലുള്ള ഒരു പ്രതികരണങ്ങളാണ് ബീഹാറിലെ പല മണ്ഡലങ്ങളിൽ നിന്നും നമുക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്.